ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിദംബരം സംവിധാനം ചെയ്ത് ജൂൺ 19 തിയേറ്ററിൽ ഹെവി പോസിറ്റീവ് പറയുന്നതെടുത്ത മലയാള സിനിമയാണ് ബാലൻ. ചിത്രം രണ്ടാമത്തെ തിങ്കളാഴ്ച കൂടിയ 11 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. ചിത്രത്തിന്റെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 10 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിൽ 14 കോടി 2 ലക്ഷം രൂപയാണ് ആദ്യ 10 ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്തിട്ടുള്ളത്. കർണാടകയിൽ നിന്ന് 2 കോടി 5 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 93 ലക്ഷം രൂപയാണ്. അങ്ങനെ 10 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 17 കോടി 51 ലക്ഷം രൂപയുമാണ്. ഈ 17 കോടി 51 17 കോടി 5 ലക്ഷവും കളക്ട് ചെയ്തിരിക്കുന്നത് മലയാളം പതിപ്പിൽ നിന്ന് തന്നെയാണ്. തമിഴ് പതിപ്പ് 24,40,40,000, തെലുങ്ക് പതിപ്പ് 18,80,000, ഹിന്ദി 2,30,000, കന്നഡ 1,10,000 എന്നിങ്ങനെ 46,60,000 രൂപ മാത്രമാണ് മറ്റ് പതിപ്പുകളിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ചിത്രത്തിന്റെ 10 ദിവസത്തെ വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ $1.20 മില്യൺ, അതായത് 11 കോടി 33 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ലോകമെമ്പാടുമായി ഇന്നലെ വരെ 28 കോടി 84 ലക്ഷം രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇനി 11-ാം ദിവസം എന്ന തിങ്കളാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 55-60 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 11 ദിവസം കൊണ്ട് കേരളത്തിൽ 14 കോടി 60 ലക്ഷം റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 29 കോടി 50 ലക്ഷം 30 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. GN കൃഷ്ണകുമാർ സംവിധാനം ചെയ്ത് തമിഴിലും മലയാളത്തിലുമായി ജൂൺ 25 തിയേറ്ററിലെ സിനിമയാണ് അനന്തങ്കാട്. സിനിമ ഇന്നലെ വരെയുള്ള 4 ദിവസം കൊണ്ട് കേരളത്തിൽ 1 കോടി 54 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. വേൾഡ് വൈഡ് കളക്ഷനായി 3 കോടി 47 ലക്ഷം രൂപയും ഇന്നലെ വരെ സ്വന്തമാക്കിയിരുന്നു. ഇനി 5-ാം ദിവസം എന്ന തിങ്കളാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 18-20 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 1 കോടി 75 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. സിനിമയുടെ 5 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 3 കോടി 80 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ജൂൺ 19 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് കോക്ടെയിൽ 2. ഹോമി അഡജാനിയെ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഷാഹിദ് കപൂർ, കൃതി സെനൻ, രശ്മിക മന്ദാന എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ചിത്രം ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 10 ദിവസം കൊണ്ട് കേരളത്തിൽ 34 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസായി ഇന്നലെ വരെ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 101 കോടി 54 ലക്ഷം രൂപയാണ്. വിദേശത്ത് $2.93 മില്യൺ, അതായത് 27 കോടി 71 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ ഞായറാഴ്ച വരെ ഈ സിനിമ ലോകമെമ്പാടുമായി 129 കോടി 25 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. 11-ാം ദിവസം എന്ന തിങ്കളാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 131 കോടി റേഞ്ചിൽ എത്തിച്ചേരുന്നതുമാണ്. ജൂൺ 19 തിയേറ്ററിൽ നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമായി കഴിഞ്ഞ തെലുങ്ക് സിനിമയാണ് മാ ഇന്ദി ബംഗാരം. BV നന്ദിനി റെഡ്ഡി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സാമന്ത, ഗുൽഷൻ ദേവയ്യ, ശ്രീമുഖി, ഗൗതമി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. കേരളത്തിൽ 10 ദിവസം കൊണ്ട് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് 20 ലക്ഷം രൂപയാണ്. തെലങ്കാനയിൽ നിന്ന് 26 കോടി 13, ആന്ധ്രയിൽ 17 കോടി 90, കർണാടകയിൽ 10 കോടി 7 ലക്ഷം, തമിഴ്നാട്ടിൽ 5 കോടി 8, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 89 ലക്ഷം എന്നിങ്ങനെ 60 കോടി 7 ലക്ഷം രൂപയാണ് ഇന്ത്യ ഗ്രോസ്. വിദേശത്ത് $2.22 മില്യൺ, അതായത് 21 കോടി രൂപയും 10 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ ഞായറാഴ്ച വരെ ഈ സിനിമ ലോകമെമ്പാടുമായി 81 കോടി 7 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് തിങ്കളാഴ്ചയോടെ ഈ സിനിമ ലോകമെമ്പാടുമായി 83 കോടിക്ക് മുകളിലും എത്തിച്ചേരുന്നതാണ്. ജൂൺ 5 തിയേറ്ററിൽ നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ തമിഴ് സിനിമയാണ് പരിമള ആൻഡ് കമ്പനി. ജയറാം, ഉർവശി, മിസ്കിൻ, യോഗി ബാബു എന്നിങ്ങനെ താരതരമുള്ള ഈ സിനിമ പാണ്ഡിരാജാണ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്തിരുന്നത്. ചിത്രം 24 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 13 കോടി 65 ലക്ഷം രൂപയും കർണാടകയിൽ 1 കോടി 26 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ 37 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 5 ലക്ഷം ഉൾപ്പെടെ ഇന്ത്യൻ ഗ്രോസായി 15 കോടി 33 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. 24 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 17 കോടി 30 ലക്ഷം രൂപയുമാണ്. തളപതി വിജയ്, മോഹൻലാൽ എന്നിവർ അഭിനയിച്ച ജില്ല എന്ന സിനിമ 4K റീമാസ്റ്റർ ചെയ്ത് റിലീസായി കഴിഞ്ഞ വാരം തിയേറ്ററിലെത്തിയിരുന്നു. തമിഴ്നാട്ടിൽ 56,50,000 രൂപയും കർണാടകയിൽ 8,50,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ടോട്ടൽ ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 65 ലക്ഷം രൂപയാണ്. തേജ സജ്ജയുടെ തെലുങ്ക് സിനിമയായ ഹനുമാൻ 4K റീമാസ്റ്റർ ചെയ്ത് റിലീസായി 3D ഫോർമാറ്റിൽ തിയേറ്ററിലെത്തിയിരുന്നു. സിനിമ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 4 ദിവസം കൊണ്ട് ആന്ധ്രയിൽ 33,35,000 രൂപയും തെലങ്കാനയിൽ 17,40,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 33,000 രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇന്ത്യൻ ഗ്രോസായി 4 ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത് 51 ലക്ഷം രൂപയാണ്. വിജയ് ആന്റണി നായകനായി ശശി സംവിധാനം ചെയ്ത് ജൂൺ 19 തിയേറ്ററിലെത്തിയ നൂറുസ്വാമി എന്ന സിനിമയുടെ 10 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ ഈ സിനിമ 7,25,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട്ടിൽ 11 കോടി 25 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 13 കോടി 37 ലക്ഷം രൂപയാണ്. വിദേശത്ത് നിന്ന് 1 കോടി 22 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ടോട്ടൽ 10 ദിവസം കൊണ്ട് 14 കോടി 59 ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.